ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 10 മണി മുതൽ 5 മണി വരെ വോട്ട് രേഖപ്പെടുത്താം. 7 മണിയോടെ ഫലപ്രഖ്യാപനം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് ബിജു ജനതാദളും BRSും ശിരോമണി അകാലിദളും വിട്ടുനിൽക്കും. ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ പ്രതിപക്ഷ കക്ഷികൾ. വ്യക്തമായ ഭൂരിപക്ഷമുള്ളതാണ് NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന് വിജയം ഉറപ്പിക്കുന്നത്. S നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, CP രാധാകൃഷ്ണൻ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികൾ ക്രോസ് വോട്ടിംഗ് ആശങ്കയിലാണ് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കുമ്പോൾ നമുക്ക് എങ്ങനെ രാഷ്ട്രീയമായി നോക്കിക്കാണാം? രോഹിണി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് വോട്ടിംഗ് നടപടികളുള്ളത്. ആദ്യ വോട്ട് പ്രധാനമന്ത്രി ചെയ്യും. അതിനുശേഷമായിരിക്കും പിന്നീട് MP-മാരെത്തി വോട്ട് രേഖപ്പെടുത്തുക. NDA MP-മാർ പ്രത്യേക ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോ ഗ്രൂപ്പുകൾക്കും ഒരു കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പിനെ സജ്ജമാക്കി അങ്ങനെ ഗ്രൂപ്പുകളായി എത്തിയായിരിക്കും NDA MP-മാർ ഈ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് രേഖപ്പെടുത്തുക. നിലവിൽ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായതിനാൽ തന്നെ, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും NDAക്ക് അനുകൂലമായ ഘടകങ്ങൾ, അംഗബലം ഉള്ളതിനാൽ തന്നെ CP രാധാകൃഷ്ണൻ ഭാരതത്തിൻ്റെ അടുത്ത ഉപരാഷ്ട്രപതിയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം തന്നെ രഹസ്യ ബാലറ്റാണ്, വിപ്പില്ല. ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക പ്രതിപക്ഷ സഖ്യത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ പ്രതിപക്ഷ സഖ്യത്തിലെ ഏതെങ്കിലും MP-മാർ CP രാധാകൃഷ്ണന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയാൽ അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ് പ്രതിപക്ഷ മുന്നണികൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ പ്രതിപക്ഷ മുന്നണികൾ പ്രത്യേക യോഗം ചേർന്നുകൊണ്ട് വോട്ടിംഗ് പ്രക്രിയ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് MP-മാർക്ക്, പ്രതിപക്ഷ MP-മാർക്ക് നൽകിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ 2 ദിവസമായി BJP MP-മാരുടെ യോഗം ഉണ്ടായിരുന്നു. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും അതേപോലെ തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കളായ MP-മാരുടെ യോഗത്തിൽ ഈ സംബന്ധിക്കുകയുണ്ടായി. വോട്ടിംഗ് ഏത് രീതിയിലാണ്, വോട്ടിംഗ് പ്രക്രിയ എന്നുള്ള കാര്യത്തിലടക്കം കൃത്യമായ ഒരു രൂപരേഖ BJP NDA MP-മാർക്ക് നൽകുകയുണ്ടായി. ഏതായാലും ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ 781 MP-മാർക്കാണ് വോട്ട് രേഖപ്പെടുത്താൻ, ഇലക്ട്രൽ കോളേജ് പ്രകാരം വോട്ട് രേഖപ്പെടുത്തുവാനുള്ള അധികാരമുള്ളത്. അതേസമയം തന്നെ 3 കക്ഷികൾ BRSും അതേപോലെ തന്നെ ശിരോമണി അകാലിദളും ഒപ്പം തന്നെ ബിജു ജനതാദളും വോട്ടിംഗ് നടപടികളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചു. അങ്ങനെയെങ്കിൽ 12 MP-മാർ വോട്ടിംഗ് നടപടികളിൽ നിന്നും വിട്ടുനിൽക്കും. 769 വോട്ടുകൾ രേഖപ്പെടുത്തും, അല്ലെങ്കിൽ 769 പേർക്ക് വോട്ടുകൾ രേഖപ്പെടുത്തുവാൻ അവസരമുണ്ടാകും. 385 എന്നുള്ള മാജിക്കൽ ഫിഗർ കടക്കുമ്പോൾ അവിടെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ആര് എന്നുള്ള കാര്യത്തിൽ വ്യക്തത നേടും. നിലവിലെ സാഹചര്യത്തിൽ 425-ലധികം MP-മാരുടെ പിന്തുണ NDAക്കുണ്ട്. അതുകൊണ്ട് തന്നെ അനായാസേന വിജയമാകും CP രാധാകൃഷ്ണൻ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് വലിയ രീതിയിലുള്ള ആശങ്ക ക്രോസിംഗ് വോട്ടിലാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ, അതായത് ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ക്രോസിംഗ് വോട്ട് ഉണ്ടായാൽ അത് വലിയ ക്ഷീണമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ക്രോസിംഗ് വോട്ട് ഉണ്ടാകാതിരിക്കുവാൻ അല്ലെങ്കിൽ CP രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്താതിരിക്കുവാനുള്ള എല്ലാ നടപടികളും പ്രതിപക്ഷ മുന്നണികളും നീക്കുന്നുണ്ട്. ഒരു ടൈറ്റ് ഫൈറ്റിന് തന്നെയാണ് പ്രതിപക്ഷ മുന്നണി ഒരുങ്ങിയിരിക്കുന്നത്. വിജയം ഉറപ്പല്ല, അല്ലെങ്കിൽ പരാജയമാണ് ഉറപ്പ് എന്നുള്ള അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് ഈ ഒരു സാഹചര്യത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി മുൻനിർത്തിയാണ് പ്രതിപക്ഷം ഇത്തരത്തിലൊരു മത്സരത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രോഹിത്.